staring back at me with a heart so free, and I just wanna be where you are. In this moment I could stay forever, hold you in my heart just like a treasure, dreaming up our greatest new endeavor. Don't look back, we're on our way. Today is a good, good day. When I found you among the flowers blue, what a wild view, there you are, under the old oak tree, or somewhere across the sea. I just wanna be where you are. In this moment I could stay forever, hold you in my heart just like a treasure, dreaming up our greatest new endeavor. Don't look back, we're on our way. Today is a good, good day. In this moment I could stay forever, hold you in my heart just like a treasure, dreaming up our greatest new endeavor. Don't look back, we're on our way. Today is a good, good day. 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 Well, hello, little baby. Your eyes have never seen the sun. You should know, little baby, that I am the lucky one. I get to be the one to hold your hand. I get to be the one. Through birthdays and broken bones, I'll be there to watch you grow. I get to be the one. Don't feel alone now, little baby. Do you hear me singing you a song? I can't wait to show you, little baby, how to crawl, how to walk, and how to run. I get to be the one to hold your hand. I get to be the one. Through birthdays and broken bones, I'll be there to watch you grow. I get to be the one.
അമ്മയുടെ ഉദരത്തിനുമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവും. പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്ന് വിശ്രമം അറിയുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നേരിൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയിൽ രണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവാ. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, സിയോണിൻ നാഥനു പാതയായി മാറുന്നോളേ. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, പുൽക്കൂട്ടിലെ താരക കണ്ണിലെ വാത്സല്യമേ. ഉൾത്താരിലെ നോവല നീക്കിടും കാരുണ്യമേ. പോലെ കർത്താവേ, ഞാൻ അങ്ങയെ തേടുന്നു.
പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുഴചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാലും സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. സർവജ്ഞനായ ഭരണകർത്താവ് തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറടമായ ദൈവമേ, അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവമക്കളാണ്. എന്തെന്നാൽ
മിശിഹായിലേക്ക് മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ മിശിഹായെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. നിങ്ങൾ മിശിഹായിലുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിന്നാലം വാദം മാലം ആമേൻ നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. അധ്യായം 3 തിരുവചനങ്ങൾ 1 മുതൽ 8 വരെ. പരിസരിൽ നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അവയോ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും അങ്ങ് ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു നിക്കോദേമോസിനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ഈശോയോട് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യന് എങ്ങനെ ജനിക്കുവാൻ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ചവന് ജനിക്കുവാൻ കഴിയുമോ? ഈശോ പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ ജനിക്കുന്നത് മാംസമാകുന്നു, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏത് വ്യക്തിയും. ഇന്ന് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ സന്തോഷത്തിൻ്റെ ഒരു സുന്ദര സുദിനമാണ്. കാരണം പേനാനിക്കൽ കുടുംബത്തിൻ്റെ കുടുംബനാഥനും നാഥിയുമായ പ്രിയപ്പെട്ട തോമസ് കുട്ടിയുടെയും ശ്രുതിയുടെയും 9 കുഞ്ഞുങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ ഇന്ന് കൂദാശകൾ സ്വീകരിക്കുകയാണ്. ഇളയ 2 കുഞ്ഞുങ്ങൾ ചാക്കോ എന്ന നാമം സ്വീകരിച്ചുകൊണ്ടും ഏലി എന്ന നാമം സ്വീകരിച്ചുകൊണ്ടും മാമോദീസ എന്ന കൂദാശ സ്വീകരണത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളായി അവർ മാറുകയാണ്. ഈ ഇടവകയുടെ അംഗങ്ങളായി അവർ മാറ്റപ്പെടുകയുമാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു മോന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. നമുക്കറിയാം, സ്ഥൈര്യലേപനം എന്ന കൂദാശയും വിശുദ്ധ കുർബാനയും അവർ സ്വീകരിക്കുക. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ചുകൊണ്ട് പുതിയ മനുഷ്യനായി മാറുന്ന ഒരു വലിയ പ്രക്രിയയാണ്
മാമോദീസ എന്ന കൂദാശ സ്വീകരണത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, സന്താന സൗഭാഗ്യം കൊണ്ട് കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കൊപ്പേനാനിക്കൽ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെയും ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരായിട്ടുള്ള തോമസ് കുട്ടിയെയും സുമിയെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തോമസ് കുട്ടിയുടെ വീട്ടിൽ തന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കവിടെ കയറിയ ആ നിമിഷം മുതൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. കുഞ്ഞുങ്ങളെല്ലാം ഓടിക്കളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു. എന്തോ ഒരു വലിയ കൃത്യത ആ കുടുംബത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു. വീഡിയോ ചിരിപ്പാനായിട്ട് ഞാൻ ചെന്നത്. ഞാൻ തോമസ് കുട്ടിയോട് ചോദിച്ചു, തോമസ് കുട്ടി, ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ വേണ്ടെന്നും കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഈ കുടുംബത്തിൽ ആയിരിക്കുമ്പോൾ, നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തോമസ് കുട്ടി എന്നോട് പറഞ്ഞ കാര്യമാണ്, അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തെ ദൈവം എല്ലാ ദിവസവും അനുനിമിഷം അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളെല്ലാവരും സമൃദ്ധമായി സ്വീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ആ വലിയ ശക്തി, ആ സംരക്ഷണ വലയം ഞങ്ങൾ എല്ലാ ദിവസവും അനുഭവിക്കുന്നുണ്ട്. അച്ഛൻ സന്തോഷമേ ഉള്ളൂ. എന്നും ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഓടി നടക്കുന്നു, ചാടി നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടാക്കാൻ എന്തോ ഒരു രസമാണ്. നമുക്കറിയാം, എന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തതും അതുപോലെ തന്നെ ആശങ്കകളും ആകുലതകളുമൊക്കെ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു ഉത്തരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ കുറവാണ്. പ്രകൃതി ദൈവം നൽകുന്ന, ദൈവത്തിൻ്റെ ദാനമായി കിട്ടുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ മാതാപിതാക്കന്മാരെന്ന് മടി കാണിക്കുമ്പോൾ, വൈമനസ്യം കാണിക്കുമ്പോൾ ആ കുടുംബത്തിന് കിട്ടേണ്ടതായ ദൈവികമായിട്ടുള്ള ചൈതന്യവും കൃപ ഇന്ന് ഇല്ലാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ നിമിഷം കൂടുതൽ ഫലദായകമായി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇവിടെ മാതാപിതാക്കന്മാരായിട്ടുള്ള തോമസ് കുട്ടിയും സുമിയെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നതോട് ഒപ്പം തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ധാരാളമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാണ്. ഈ കുടുംബം അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ്, ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ പ്ലാനും ഹിതവും എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ദൈവികമായ കൃപയാലും അനുഗ്രഹത്താലും ശക്തി പ്രാപിച്ചിരിക്കുന്ന ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, മാമോദീസായോട് വീണ്ടും ജനിച്ച് ദൈവപുത്രരാകുവാനുള്ള വരം ഈ ശിശുക്കൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന കർത്താവേ, ദൈവഹിതം നിറവേറ്റി ജീവിക്കാനുള്ള കൃപാവരം ഈ ശിശുക്കൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകുവാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ ദീർഘൻ പാർക്കണമേ.
ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഇവിടെ എൻ്റെ കീഴിൽ ഒരാലയത്തിൽ ഒന്നുചേരുന്ന നിന്റെ രക്ഷാകരദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഈ ശിശുക്കൾക്ക് നിത്യജീവിതത്തിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പതിയോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ കറിയപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു സത്യാത്മാവും ജീവിതവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദിസയുടെ പരികർമ്മത്തിന് ഒരുക്കമായി കാർമ്മികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഒന്ന് മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായി ദാസനെ നീ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്ലീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂദാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ നീ യോഗ്യനാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നയിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. യുക്തവുമാകുന്നു. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് ജലത്തിൽ ഇറങ്ങി വസിക്കുമാറാകട്ടെ. അവിടുന്ന് വസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പവിത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസയിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന പുതിയ ഉദരമായി തീരുവാൻ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചാക്കവും വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചാക്കോ നാമപ്പെടുന്നു. ആമേൻ. പിതാവിൻ്റെയും ആമേൻ. പുത്രൻ്റെയും ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏലി മാമോദീസ മുക്കപ്പെടുന്നു. ആമേൻ. വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് എന്നേക്കും മാർഗദീപമായിരിക്കട്ടെ. ആമേൻ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് എന്നേക്കും മാർഗദീപമായിരിക്കട്ടെ. സൈന്യവംശാലയിലും പ്രാർത്ഥന നിരതരായിരുന്ന ശിഷ്യர்கள் എന്ന പോലെ ഈ ദാസർക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഈ ദാസർ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങേ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങേ ആശ്രയം വയ്ക്കുവാനും ഈ ദാസർ ശക്തരാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷികളായി ജീവിച്ച് മരണശേഷം നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കുകയാണ്. പിതാവും പുത്രനും പ്രസിദ്ധാത്മാവുമായ സർവേശ്വരായ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ
ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, സകലനായ ദൈവമേ, ലേഖന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലേഖന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനമെന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യദാനം അങ്ങയുടെ ദാസർക്ക് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മാമോദീസായിലൂടെ പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസരെ മുദ്രിതരാക്കണമേ. അപാപിതാവ് എന്നങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ദാസർക്ക് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളികളും സഭയുടെ വിശ്വസ്ത ദാസരുമായി ജീവിക്കുവാൻ ഈ മക്കളെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ മക്കളിൽ നീ നിറയ്ക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസർക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച യാക്കോബ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മാമോദീസ സ്വീകരിച്ച ഏലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ദാസർ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര പൂർണ്ണതയും ഈ ദാസർ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസരെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഈ ദാസർക്ക് ശക്തി നൽകട്ടെ. ആത്മീയാനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി ചാക്കോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ആത്മീയാനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി ഏലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ഭക്ഷിച്ച് തൃപ്തരാകും.
പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു. പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവരും അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യത്വ പാപം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസം ഞങ്ങളുടെ തിരുസന്നിധിയിൽ എപ്പോൾ നമ്മൾ ഹൃദയം പ്രസന്നമായ നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാകണമേ. ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീണായാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടിയും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ.
രക്തത്താൽ ഈ ശിശുക്കളെ അങ്ങ് കഴുകി വിശദീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് മിശിഹായുടെ വാഗ്ദാനം ഈ ദാസരെ നിറവേറ്റിയതിനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നരുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസർ സത്യത്തിനും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കണം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മറിയൂസേഫിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും വേദസാക്ഷിയുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സമ്മാനത്തിൻ്റെയും പ്രാർത്ഥന ഈ ശിശുക്കളെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുക്കളുടെ നാമത്തിന് കാരണഭൂതനായ വിശുദ്ധരുടെ ജീവിതമാതൃക ഈ ദാസർക്ക് വഴികാട്ടിയുമായി തീരട്ടെ. സ്വർഗ്ഗത്തിന്റെയും മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രനായി ജീവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിങ്ങൾ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ധീരപ്രേക്ഷിതരായി തീരട്ടെ. നിങ്ങൾ സ്വീകരിച്ച മിശിഹായുടെ തിരുശരീരങ്ങൾ നിത്യജീവിതത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശികളായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകമായി തീരുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മഹിമയും കാലത്തെയും പരിചരിച്ചുകൊണ്ട് ജീവനം നവീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമയത്തിലായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ.
ആക്ച്വലി ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ആൻ മെർവിൻ എന്നാണ്. I will be your MC for this very beautiful joyous occasion. ആക്ച്വലി നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെരി ത്രിൽഡ് ആണ്. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും അംഗങ്ങളുള്ള ഒരു ഫാമിലീനെ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും 9 മക്കളെന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിളിലെ ഒരു വചനം ഓർമ്മ വരുമാണ്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലവും അവൻ്റെ സമ്മാനവും. തീർച്ചയായിട്ടും ഈ ഒരു ബൈബിൾ വചനം അന്വർത്ഥമായ ഒരു വേദി കൂടിയാണ് ഇന്നത്തെ മനോഹരമായ ഈ ഒരു റിസപ്ഷൻ. തീർച്ചയായിട്ടും തോമസ് കുട്ടി ചേട്ടനെയും സുമിചേച്ചിയെ സംബന്ധിച്ചിടത്തോളം 9 മക്കൾ എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈ 9 പേരാണ്. അവരുടെ ഒരു സന്തോഷവും ശരിയും അവരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്കും തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം തരുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, ഒത്തിരി സന്തോഷത്തോടെ മനോഹരമായ ഒരു ഡാൻസിൻ്റെ അകമ്പടിയോടെ നമ്മുടെ ടീം ചട്ടയും കൊണ്ടും ഓൾ സെറ്റ് ഓൾ റെഡിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെയും നമ്മുടെ തോമസ് ചേട്ടനെയും സുമിചേച്ചിനെയും ഒക്കെ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യാൻ അവരെല്ലാവരും റെഡിയാണ്. നല്ലൊരു ഗൈഡ് കൊടുത്തുകൊണ്ട് ലെറ്റ്സ് വെൽക്കം ദി സ്റ്റാർസ് ഓഫ് ദി ഡേ, നമ്മുടെ പ്രിയപ്പെട്ട അല്ലി, ചാക്കോച്ചി, ജെഫ് ആൻഡ് എവ്രിവൺ. ദേവാലയത്തിലെ പരിശുദ്ധ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടി സ്റ്റാഫും വലിയ സ്റ്റാഫും എല്ലാവരും ഇവിടെ ഓൾ സെറ്റ് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഈ കുഞ്ഞു മക്കളുടെയൊക്കെ ബാപ്റ്റിസം അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൊക്കെ ആഘോഷിക്കുമ്പോൾ ആക്ച്വലി വി ആർ സെലിബ്രേറ്റിംഗ് മദർഹുഡ് ആൻഡ് ഫാദർഹുഡ്. തീർച്ചയായിട്ടും ഈ കുഞ്ഞു മക്കളെ നമ്മൾ കാണുമ്പോൾ 2 വ്യക്തികളുടെ അവരുടെ ഒത്തിരി ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ കഥകൾ ഈ മക്കളുടെ ജീവിതത്തിന് പുറകിലുണ്ടല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സ്റ്റാർസ് ഓഫ് ദി ഡേ നമ്മുടെ പ്രിയപ്പെട്ട അല്ലിയും ചാക്കോച്ചിയും കണ്ണിക്കുടനൊക്കെ ആണെങ്കിലും ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരുടെയും കൈയടികൾ കൊണ്ട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് 2 പേരെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട തോമസ് കുട്ടി ചേട്ടനെയും സുമി ചേച്ചിനെയും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് ഇപ്പോൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, അല്ലിയും ചാക്കോച്ചിയും അവരുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മുടെ അല്ലിമോള്, ഇതാണ് നമ്മുടെ ചാക്കോച്ചി. സുഖമാണോ? അവനാകെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ.
സ്റ്റേജ് വന്നു. ഞാൻ ആക്ച്വലി ഇവരെ രണ്ടുപേരെ ആദ്യം സ്റ്റേജിൽ വിളിച്ചത് നമ്മുടെ അൽവിയുടെയും ചാക്കോച്ചയുടെയും സിബ്ലിങ്സിന് കുറച്ച് കാര്യമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ അല്ലിയുടെയും ചാക്കോച്ചയുടെയും ഒരു മുമ്പോട്ടുള്ള അവരുടെ ലൈഫിലെ ഓരോ മൊമെൻറ്റ്സിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എൻ്റെ ഫാമിലി ആക്ച്വലി ഞാൻ 4 മക്കളുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് മുൻപോട്ട് ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് കാര്യം വന്നാലും നമുക്ക് ഡിസ്കസ് ചെയ്യാനും ഒരഭിപ്രായം ചോദിക്കാനും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളുണ്ടോ കൂടെ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കാനുമാണ് ആക്ച്വലി നമ്മുടെ ഈ കൂടെപ്പിറപ്പുകൾ എന്ന് പറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലുള്ളത്. ആക്ച്വലി അല്ലിയും ചാക്കോച്ചിയും ഏറ്റവും ബ്ലസ്ഡാണ്. അവർക്ക് പുറകിൽ ഇത്രയധികം സിബ്ലിങ്സ് അവരുടെ കൂടെയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അവർക്ക് കൂടെ നിൽക്കാനും അവരുടെ ഒരു സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കാൻ തന്നെ ഇത്രയധികം പേര് വീട്ടിലുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അതിലിപ്പോൾ ഒരു സന്തോഷം വേറെ ഉണ്ടോ? അങ്ങനെയാണോ? ആണോ? ഒരു കൈയ്യടി തരാമോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോന്ന് അറിയാനാ? യെസ്, താങ്ക് യു. അപ്പോൾ അധിക സമയം വൈകുന്നില്ല, നമ്മുടെ കുഞ്ഞു പട്ടാളത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും സന്തോഷത്തോടെ ആദ്യമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പ്രിയപ്പെട്ട പാത്തുവിനെയും അച്ചുകുട്ടിനെയാണ്. നല്ല പേര് കൊടുത്തുകൊണ്ട് ജനിച്ചയും ജനീസയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടിപൊളി. ജനിച്ചയും ജനീസ എന്ത് ചെയ്യുന്നു? എന്താ? ഓക്കെ, കുഞ്ഞു മക്കളാണ്, കിൻഡർഗാർട്ടനിലേക്ക് കയറാൻ പോകുന്ന കുട്ടികളാണ് കേട്ടോ. യെസ്. അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കമ്പനിയാണ്. നല്ല പേര് കൊടുത്തുകൊണ്ട് ലെറ്റ്സ് വെൽക്കം ജെറമി ജോൺ തോമസ് ഓൺ ദി സ്റ്റേജ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആൻഡ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് മലയാളം അറിയാം. അതുകൊണ്ട് നാട്ടിൽ വന്നാലും എല്ലാവരോടും അടിപൊളിയായിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റും. അതൊരു കൈയ്യടി പ്ലീസ് എല്ലാവരും. കാരണം ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി. നമ്മുടെ കുഞ്ഞുമക്കൾ അമ്മയുടെ അടുത്ത് തന്നെ യെസ്, നമ്മുടെ കുഞ്ഞുമക്കൾ ഇത്രയും ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ എത്തി നമ്മൾ സംസാരിക്കുമ്പോൾ മലയാളം അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമുക്കും ഒരു പാടാണ്, അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷേ അവർ മലയാളം നന്നായിട്ട് സംസാരിക്കുന്ന മക്കളാണ് കേട്ടോ. നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നമ്മുടെ പ്രിയപ്പെട്ട സണ്ണിക്കുട്ടൻ. ലെറ്റ്സ് വെൽക്കം ജോബ് സണ്ണി തോമസ് കുട്ടി ഓൺ ടു ദി സ്റ്റേജ്. ജോബ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. ആർ യു എക്സൈറ്റഡ്? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസമൊക്കെ? നല്ലതായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരും കൂടെ വെൽക്കം ചെയ്യാം അല്ലേ? യെസ്. അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വേറെ ആരുമല്ല, ആക്ച്വലി ഇന്ന് നമുക്ക് നമ്മുടെ ഈ അല്ലിയുടെയും ചാക്കോച്ചിയുടെ കൂടെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ജെഫ് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ പ്രിയപ്പെട്ട ബേബി കുട്ടൻ ജെഫ് മാത്യു തോമസ് കുട്ടി ഓൺ ദി സ്റ്റേജ്. ജെഫിന് എന്ത് തോന്നുന്നു? കാരണം ജെഫ് ആക്ച്വലി ഒരു സ്റ്റാർ ഓഫ് ദ ഡേ ആണ് കേട്ടോ ഇന്ന്. കാരണം അവർ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ജെഫിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. എന്ത് തോന്നി? എങ്ങനെ ഉണ്ടായിരുന്നു പ്രിപ്പറേഷനൊക്കെ ഹോളി കമ്മ്യൂണിന് വേണ്ടി? കുഴപ്പമില്ലായിരുന്നു. എന്താ തോന്നി? ഇന്ന് ഇത്രയും പേരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ പപ്പായുടെ അമ്മയുടെ ഒക്കെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? താങ്ക് യു. യെസ്, തീർച്ചയായിട്ടും നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദിയാണ് ഈ സമയത്ത് നമ്മുടെ ജെഫ് കുട്ടിന് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ജെഫ്. അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അപ്പുകുട്ടിനെയാണ്. ലെറ്റ്സ് വെൽക്കം ജെനീലിയ മറിയം തോമസ് കുട്ടി ഓൺ ദി സ്റ്റേജ്. ആക്ച്വലി ഐ തിങ്ക് ജെനീലിയ കുറച്ച് ഷൈ ആണോ? ഇച്ചിരി അല്ലേ? കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും മൂത്ത ചേച്ചിയുടെ തൊട്ട് ഇളയുള്ള ആളാണ്. ശരിക്കും ഇത്രയും അധികം സിബ്ലിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ എന്താ തോന്നുന്നത്? എല്ലാവരുടെയും കൂടി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇത്രയും പേരൊക്കെ വീട്ടിലുള്ളപ്പം ശരിക്കും എങ്ങനെയാണ്? അടിപൊളിയാണോ വീട്ടിൽ? നല്ല. ഇവരിങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കൂടെ വഴക്കുണ്ടാക്കാറുണ്ട്. ഓ, പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കൂടെ ഇരുന്നൊക്കെ വഴക്കുണ്ടാക്കും അല്ലേ? സൂപ്പർ. യെസ്. അപ്പോൾ ഇനി ഏറ്റവും അവസാനമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഇത്രയും പേരുടെ ഒരു ചേച്ചി അമ്മയാണ് അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്താൻ
കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സൂസു ജെനിഫർ ലിസ് തോംസൂട്ടി on the stage. ജെനിഫറിന്റെ ഒരു റോൾ ആക്ച്വലി ഇറ്റ്സ് ഹ്യൂജ് അല്ലേ? ഇത്രയും പേരുടെ ഒരു ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബിഗ് റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ ലൈഫിലുള്ളത്. എന്താ തോന്നാറ്? ഇങ്ങനെ തോന്നുമ്പോൾ ഒരു അമ്മയുടെ സ്ഥാനമൊക്കെ തോന്നാറുണ്ട് ഇടയ്ക്കൊക്കെ. അവരെങ്ങനെയാണ് കെയർ ചെയ്യുന്നത്? കാരണം അമ്മ തീർച്ചയായിട്ടും മോളോടായിരിക്കുമല്ലോ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും അവർ നോക്കണം, അവർ നോക്കിയിട്ട് പോകണം അല്ലേ? റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പം എന്താ തോന്നാറ്? അപ്പം എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് ഞാൻ കുറേ ആൾക്കാരുടെ ചേച്ചിയാണ്. സോ അപ്പം യെസ്, അവൾ തീർച്ചയായിട്ടും പ്രൗഡാണ്. കാരണം ഇത്രയും വലിയൊരു ഫാമിലിയിൽ ഏറ്റവും മൂത്ത ആളെന്ന നിലയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ കമാൻഡിങ് പവർ ഉള്ള ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട സൂസു. നല്ലൊരു കൈയ്യടി സൂസുവിന് കൊടുക്കാം കേട്ടോ. താങ്ക് യു. യെസ്, അപ്പോൾ നമ്മുടെ ഫാമിലി ഇപ്പോൾ കംപ്ലീറ്റ് ആണ്. നമുക്കൊരു കുഞ്ഞു ഫോട്ടോ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാവേ. നമ്മുടെ തോമസൂട്ടി ചേട്ടനെയും സുമ ചേച്ചിയുടെയും പേരൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും ചേർത്ത് നിർത്താൻ അവർ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ തോമസൂട്ടി ചേട്ടൻ്റെയും സുമ ചേച്ചിയുടെയും പപ്പാമാർ ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ രണ്ടുപേരുടെയും അമ്മമാരെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ആലീസ് ആൻഡി ആൻഡ് മേഴ്സി ആൻഡി ഓൺ ദി സ്റ്റേജ്. നല്ലൊരു കൈയടി പ്ലീസ്. നല്ല കൈയടി. യെസ്, ആക്ച്വലി ഇവരോട് രണ്ടുപേരോട് തോമസോട് ചേട്ടനോടും സുമചേച്ചിയോടും ഞാനൊന്നും ചോദിച്ചില്ല. ഞാനിങ്ങനെ ചോദിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു. ആക്ച്വലി ഇതൊരു ഇത്രയും ബിഗ് ഫാമിലി, ഇതൊരു ഹ്യൂജ് ഡിസിഷനാണ്. തീർച്ചയായിട്ടും ഒത്തിരി പേർക്കൊരു റോൾ മോഡൽ തന്നെയാണ് ഇത്രയും മക്കൾ. അപ്പോൾ ഈ ഒരു ഡിസിഷനിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഇതിനെ കാണുന്നു. ഞങ്ങൾ രണ്ടുപേരും ചെറിയ ഫാമിലിയാണ്. സുമിയ ഒരാളേ ഉള്ളൂ, എനിക്കാണെങ്കിലും ഒരു സിസ്റ്ററേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ വേറൊരു രാജ്യത്താണ്. അവിടെ ഞങ്ങൾക്ക് വേറെ അങ്ങനെ ആരുമില്ല. അപ്പം നമുക്ക് എന്താ പറയുക, അപ്പോൾ നമ്മുടെ പിള്ളേർ വലുതായിട്ട് വരുമ്പോൾ അവർക്ക് അവർ ഓക്കെയാണ്. അവർക്ക് സിബ്ലിങ്സ് ഉണ്ട്. അവർ ഹാപ്പിയാണ്. ആക്ച്വലി ഗോഡ്സ് പ്ലാൻ വാസ് ഡിഫറെൻ്റ് അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന വഴികൾ ആക്ച്വലി ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ആക്ച്വലി ഈ ഫാമിലിയിൽ ഇനിയൊരു ഫാമിലി ഫംഗ്ഷൻ ഇവർ വലുതായി കഴിയുമ്പോഴാണ് ഇവർക്ക് ഈ സിബ്ലിങ്സിൻ്റെ ഒരു കണക്ഷൻ്റെ ഒരു വില മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ സുമ ചേച്ചിയോട് ചോദിക്കാം. കാരണം 9 മക്കളെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാൻ വാക്കുകളില്ല ആക്ച്വലി. കാരണം സുമ ചേച്ചിനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഷീ ഈസ് ടു യങ് ആക്ച്വലി. ഇത്രയും മക്കളുടെ അമ്മയാണെന്ന് ആരെങ്കിലും പറയുമോ? എന്ത് സുന്ദരിയാണ് ചേച്ചി അല്ലേ? ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത്? കേൾക്കാൻ രസമൊക്കെ ഉണ്ട്. സന്തോഷമായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി പിള്ളേർ വേണമെന്ന് ആഗ്രഹമായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് കൊച്ചു പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് മോർ കുട്ടികളുള്ളത് നല്ലതാണെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും നമുക്ക് ദൈവം ഒരു കുറവും തന്നിട്ടില്ല. കൂടുതൽ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഇവരൊക്കെ കൂടെ എല്ലാവരും ഒന്നിച്ച് നടക്കുന്നത് കാണാനൊരു രസമാണ്. കാരണം എനിക്ക് കിട്ടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ, സുമ ചേച്ചി ഇത്രയും ആരോഗ്യവതിയായിട്ടും ഇത്രയും സുന്ദരിയായിരിക്കുന്നതിൻ്റെ ക്രെഡിറ്റ്സ് ആക്ച്വലി തോമസൂട്ടി ചേട്ടനാണ്. തോമസൂട്ടി ചേട്ടൻ നല്ലൊരു കൈയ്യടി തന്നേ പറ്റുള്ളൂ അല്ലോ കേട്ടോ. അയ്യോ കയ്യടി പോരെ കേട്ടോ, നല്ലൊരു കയ്യടി പ്ലീസ്. യെസ്, താങ്ക് യു. അപ്പോൾ നമ്മളിങ്ങനെ വലിയൊരു കുടുംബത്തെ കണ്ടു. ഇനി ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലിയുടെയും ചാക്കോച്ചയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുണ്ട്. അവരുടെ ഗോഡ് പേരൻസിനെയാണ്. ചാക്കോച്ചയുടെ തലതൊട്ടപ്പനെയും തലതൊട്ടമ്മേനെയും ഏറ്റവും സ്നേഹത്തോടെ മാത്യു അങ്കിൾ ആൻഡ് ലീല മാഞ്ചിനെ ഏറെ സ്നേഹത്തോടെ
തീർച്ചയായിട്ടും ഇന്നത്തെ സന്തോഷം ഇരട്ടിക്കുന്നത് നമ്മൾ ഇന്നത്തെ കേക്ക് കട്ടിംഗ് സെറമണിയിലൂടെയാണ്. ഒത്തിരി സന്തോഷത്തോടെ ഹോൾ ഫാമിലിനെ വെൽക്കം ചെയ്തു നമ്മുടെ ഇന്നത്തെ കേക്ക് കട്ട് ചെയ്ത് മധുരം പങ്കുവയ്ക്കുന്നതിനായിട്ട്. Quiere feeling pour toi sentimientos. Toi et moi on est juntos. Je vois que c'est le moteur numéro 1. Ma belle Allah, tu peux compter sur moi. Je te raconte pas des histoires, pas des blabla. Ou bien 2-3 besos. Dame un beso, dame un beso. Dame un beso. Ou bien 2-3 besos. Dame un beso, dame un beso. Baby, quiero tus besos. देखो वही
പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലേക്ക് ഞാൻ കൊണ്ടുപോകും. കാവിലെ തെന്നലെ നിന്ന ഞാൻ താമരത്താലിയിൽ തടവിലാക്കും. കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലേക്ക് ഞാൻ കൊണ്ടുപോകും. Bye.
സുന്ദരി നീയല്ലടി സ്നേഹക്കാവടി കഞ്ചവാഴവേജും സ്വപ്നാണിയും നീ സ്വപ്നണിയും
വന്ന തിങ്കളി ഏതൻ തോട്ടം കുളഞ്ഞതിന്റെ വീടിൽ ഏഴാം സ്വർഗം കേളിയുള്ളതാണ് Satake, 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 hey! നമ്മുടെ പാത്തു, അച്ചുകുട്ടി, നമ്മുടെ സണ്ണിക്കുട്ടൻ, ബേബിക്കുട്ടൻ, കൊച്ചുതമ്മൻ എല്ലാവരും ഉണ്ടായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ എത്ര നാളെടുത്ത് ഡാൻസ് പഠിക്കാൻ? കുറച്ച് നാളായിട്ട് ഇതിനു വേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്യായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു സ്റ്റെപ്പ് മറന്നില്ല. ഇത് ഒരു 11 മിനിറ്റ് ലെങ്ത് ഉള്ള ഡാൻസ് ആയിരുന്നു. ഒരു സ്റ്റെപ്പ് തെറ്റിക്കാത്തതിന് കൊച്ചു കുഞ്ഞു അടക്കം എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. അതിന് ഈ കയ്യടി പോരാ, നല്ല കയ്യടി തന്നെ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം. ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം. വെണ്ണിൽ നിന്നും വന്ന മണ്ണിൽ കൊട്ടു ചേർന്ന പെണ്ണിവൾ കണ്ണിവൾ. തേടിക്കിട്ടിയൊരു വെണ്ണില പാതിരാവിൽ വന്നു പൊന്മഴ. തൂവൽ തുമ്പിൻ മുനയാലൊരു മൃദുലാക്ഷരം. സീമാതീത സൂര്യോദയ ദീപാങ്കുരം. ആകാശം നിന്നിട്ടെന്നൊരു പൊന്മാനം. മേലെ കണ്ടു കനവിൻ കോണിൽ കുളിരായി കുളിർ മഴ മഴ.
പ്രീതിലേ വരുമോ നിന്നെ കാത്തു നിന്നൻ കാൽക്കുഴന്നെ മോഹ പെൺമാനെ നീ പോകാതെ പോകാതെ കൈവെടിയാതെ നൂറു മോഹങ്ങൾ ദാഹങ്ങൾ തേടി വരുമ്പോൾ വീരം തിരയോടായി ഒരു പ്രേമ സല്ലാപം കാറ്റും മുളന്തണ്ടും ഒരു ഗാന സല്ലാപം മുകിലാനെ മഴ പൊഴിയണ പകലേ കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു
പൊഴിയും